Good morning, sir. Certificates. Introduce yourself. Good morning, sir. My name is Priya Joseph. I'm coming from Kandapalli. I completed my graduation from Amaljodi College of Engineering. I chose this company because I heard a lot about it, and I'm very sure that I will perform better in this company. Thank you. സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്തു എല്ലാം വാല്യൂ ഓക്കെ പ്രിയയുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഓക്കെയാണ് ചെക്ക് ചെയ്തു. ഇതൊരു IT ബേസ്ഡ് കമ്പനിയാണ്. ഇവിടെ ഇപ്പം നമുക്ക് ഒരുപാട് ആൾക്കാരുടെ എണ്ണം വേണ്ടതുണ്ട്. നമുക്ക് കുറച്ചുകൂടി പ്രോജക്ട്സ് കൂടുതലുണ്ട്. ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഓക്കെയാണ്. സോ യു തിങ്ക് യു ക്യാൻ ഡു ഇറ്റ്. Thank you, sir. Thank you, ma'am. പ്രിയയല്ലേ? വെൽക്കം ടു അവർ കമ്പനി. നമുക്ക് MD മീറ്റ് ചെയ്യാം. So guys, this is our new employee Priya. So let's know what to do. പേരെന്തായിരുന്നു? പ്രിയ. എൻ്റെ പേര് ദേവിക. ലീഡ. കമ്പനിയൊക്കെ ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. പ്രിയ ഒന്ന് ഇങ്ങ് വരാവോ? എൻ്റെ വർക്കിൽ കുറച്ച് എറേഴ്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് ശരിയാക്കി തരാമോ? ഞാനത് ഓൾറെഡി അയച്ചിട്ടുണ്ട്. ഡേറ്റാസ് എല്ലാം ഓൾറെഡി അയച്ചിട്ടുണ്ട്. ഇതാണോ? അത് തന്നെ. സ്ക്രോൾ ചെയ്യണം. സ്ക്രോൾ ചെയ്യണം. ജസ്റ്റ് സ്ക്രോൾ ചെയ്യണേ. ഇതാണോ? അത് തന്നെ. ഇതിൽ കുറച്ച് എറേഴ്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് ശരിയാക്കി ഒന്ന് തരണം. കുറച്ച് കഴിഞ്ഞ് മതിയോ? മതി. കുറച്ച് കഴിഞ്ഞിട്ട് മതി. ഇതൊക്കെ അല്ലേ? ഇതൊക്കെയാ. ഹായ് പ്രിയ, ഇതാണ് ഈ മാസത്തേക്ക് എൻട്രി ചെയ്യാനുള്ള ഡേറ്റ. കുറച്ച് കൂടുതലുണ്ട്, പക്ഷെ പ്രിയയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമല്ലോ? ഓക്കെ മാം. പ്രിയല്ലേ? അതെല്ലോ. എന്നെ മനസ്സിലായോ? ഇല്ല. എൻ്റെ പേര് രാഹുൽ. ഞാൻ അമൽജ്യോതി കോളേജിൽ പഠിച്ചത്. ഇന്റഗ്രേറ്റഡ് MCA ആയിരുന്നു. നീ ഫസ്റ്റ് ഇയർ ആയിരുന്നപ്പം ഞാൻ 4th ഇയർ ആയിരുന്നു. ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ട് മനസ്സിലായില്ല. നീ അത്ര ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. കമ്പനിയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പക്ഷെ ഒത്തിരി വർക്കൊക്കെ ഉണ്ട്. ഇന്ന് തന്നെ കുറേ വർക്കൊക്കെ കിട്ടി. മാഡം ആണെങ്കിൽ ഒരു ഫയൽ കൊണ്ടുവന്ന് അതുപോലെ ക്ലിയർ ആക്കാൻ പറഞ്ഞു. അത് കുറച്ച് പാടായിരുന്നു. പിന്നെ അടുത്തിരിക്കുന്നവരൊക്കെ ഒത്തിരി വർക്ക് കാണും. അവരുടെ എറേഴ്സൊക്കെ ഞാനാണ് ചെക്ക് ചെയ്തത്. എല്ലാം കൂടി പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒത്തിരി വർക്ക് ലോഡൊക്കെ വരുമല്ലോ. എന്ന് വെച്ച് എല്ലാവരുടെയും വർക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അതല്ല, അവരിങ്ങോട്ട് ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. അറിയാമല്ലോ, നീ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് എല്ലാവരും നിനക്ക് വർക്ക് തന്ന് പറ്റിക്കാൻ നോക്കുക. നീ അതിൽ നിന്നും എങ്ങനെയും മാറണം. ഇനി നീ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് സംസാരിക്കുകയും ഓപ്പണായിട്ട് എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലൊക്കെ മാത്രമേ അതിൽ നിന്ന് നിനക്ക് പുറത്തു വരാൻ പറ്റൂ. നമുക്കൊരു ചായ കുടിക്കാൻ പോയല്ലോ. നമ്മുടെ കുറച്ച് ഡേറ്റാബേസസ്
സൊല്യൂഷൻ അപ്പോൾ ചെയർമാൻ നമുക്ക് പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുക്കണം എല്ലാം റെഡി ആയിട്ടിരിക്കുക. നമ്മുടെ കമ്പനിയിൽ ആദ്യമായിട്ട് ഇത്രയും വലിയ നഷ്ടമാണ്. ഇത് നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ വളരെയധികം ബാധിക്കും. അതേപോലെ തന്നെ ഈ ക്രൈസിസ് നിൽക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും. എത്രയും വേഗം ഈ ക്രൈസിസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എംഡിക്ക് കൂടി സൊല്യൂഷൻ ഇതിൽ വേറെ ആർക്കും സൊല്യൂഷൻ ആണ്. നമ്മുടെ റോസ്റ്റർ പ്രൊഡക്റ്റ് എല്ലാം നമുക്ക് ബാക്കപ്പ് സെർവറുകളിലൂടെ കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുമല്ല ഇവിടെ ക്ലയൻറ്റ് സെർവറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഫയൽസ് എല്ലാം ലിങ്ക് ചെയ്യാൻ പറ്റും. എനിക്ക് നല്ല ഡിസിഷൻ